വെൽക്കം ബാക്ക് ടു ജാസി എമ്മി കുക്കിംഗ്. ഇന്നൊരു മാംഗോ കസ്റ്റർഡ് ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നൊരു മാംഗോ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ മാംഗോ കുക്ക് ചെയ്യാതെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാംഗോയുടെ നാച്ചുറൽ ഫ്ലേവറും ടേസ്റ്റും ഒന്നും നഷ്ടപ്പെടാതെ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ മാംഗോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ ഒരു 3 ലെയറായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതിലേക്കായിട്ട് നമ്മൾ 3 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു 1/4 കപ്പ് പാൽ എക്സ്ട്രാ കൂടി എടുത്ത് വെക്കുക. 2 മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് ഷുഗറാണ്. പിന്നെ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കസ്റ്റർഡ് പൗഡർ വേണം, ഫ്രഷ് ക്രീം വേണം, അതുപോലെ മിൽക്ക് മെയ്ഡും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മാംഗോ എല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെക്കാം. അതുപോലെ നട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാം. 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുള്ള ആ 1/4 കപ്പ് മിൽക്കും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് നല്ല ഫൈനായിട്ടുള്ളൊരു കസ്റ്റർഡ് മിക്സ് റെഡിയാക്കി വെക്കാം. ആദ്യം തന്നെ ആ കസ്റ്റർഡ് മിക്സ് റെഡിയാക്കി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ 3 കപ്പ് പാലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്കുള്ള 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിടാം കേട്ടോ. അപ്പോൾ ഇളക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പാലൊന്ന് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴാണ് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ പാലൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ കസ്റ്റർഡ് മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ കസ്റ്റർഡ് മിക്സ് ചേർത്ത് കൊടുത്തിട്ട് കൈ വിടാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കസ്റ്റർഡ് മിക്സ് കട്ട പിടിച്ചു പോകും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് റെഡിയായിട്ട് വരില്ല. അപ്പോൾ ഇതുപോലെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരുന്ന ഏകദേശം ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വന്നു തുടങ്ങും. പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വീണ്ടും നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതൊന്ന് തിക്കായിട്ട് വരുന്ന പോലെ നമുക്ക് കാണാം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുമ്പോഴാണ് നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം അത് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് ചൂടാറി റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷമാണ് ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത്. അപ്പോൾ മാംഗോ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് മാംഗോ റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ചേർക്കാം. അപ്പോൾ ഇവിടെ നല്ല പഴുത്ത മാങ്ങയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഷുഗറൊന്നും ചേർത്ത് കൊടുത്തില്ല. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി 2 കപ്പ് ഫ്രഷ് ക്രീമാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ആണെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുമ്പോൾ ഒരു 2 to 3 മിനിറ്റ്സ് ബീറ്റ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും നല്ലതായിട്ട് മിക്സ് ആയതിന് ശേഷം ഇത് നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആവുന്നത് വരേക്കും ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക കേട്ടോ. അപ്പോഴേക്കും ഞാൻ 5-6 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ബ്രെഡ് ക്രംസ് ആയിട്ടൊന്ന് പൊടിച്ച് വെക്കണം. ഇനിയിപ്പോൾ നമ്മുടെ ആ കസ്റ്റർഡ് മിക്സ് ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട് നന്നായിട്ട്. ഒന്നുകൂടിയും തിക്കായിട്ട് വന്നിട്ടുണ്ട് ആ മിക്സ്. അതിലേക്ക് നമ്മുടെ മാംഗോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം വേണം മാംഗോ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിടുക. അപ്പോൾ ചൂടാറാതെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ പിന്നെ അത് മാംഗോ സെറ്റായിട്ട് വരാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ മാംഗോ കസ്റ്റർഡ് മിക്സാണ് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഇതുപോലെ നന്നായിട്ട് ഒരേ ലെവലായിട്ട് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തിടാം. അപ്പോൾ സ്മൂത്തായിട്ട് ഇതുപോലെ റെഡിയാക്കി വെക്കുക. ഇനി ഇതിലേക്കുള്ള ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് സ്ലൈസസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ബ്രെഡ് ക്രംസ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും ചേർന്ന മിക്സാണ്. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇനി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും ഒരു 10 മിനിറ്റ്സ് ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് വരാം. എന്നിട്ട് വേണം നമ്മൾ അടുത്ത ലെയർ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് ഇത് പെട്ടെന്ന് ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് വരാം.
അപ്പോൾ ഒന്ന് ഫ്രീസറിൽ വെച്ച് 10 മിനിറ്റ്സ് അത് തണുപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ലെയർ സെറ്റ് ചെയ്യാം. അപ്പോഴേക്കും ആ ഒരു 10 മിനിറ്റ്സിന് ശേഷം നമ്മൾ കുറച്ച് നട്ട്സ് ഇതിൻ്റെ മുകളിൽ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അടുത്ത ലെയർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും മാംഗോ കസ്റ്റർഡ് മിക്സ് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ തന്നെ നന്നായിട്ട് ഒന്ന് ഫ്ലാറ്റൻ ചെയ്തിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് ഒരേ ലെവലിലാക്കി അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ 3 ലെയറായിട്ട് നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടണമെങ്കിൽ ഒരു 2 hours നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. അതല്ലെങ്കിൽ ഒരു മിനിമം 4 hours എങ്കിലും ഒന്ന് തണുപ്പിച്ചെടുത്താലാണ് ഇത് നല്ലതായിട്ട് സെറ്റായിട്ട് വരിക. അതുപോലെ തന്നെ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ്. ഇതുപോലെ എമ്മി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.